കായിക സംഘടനകൾ പണം വാങ്ങി പൂട്ടിച്ചെന്ന കായിക മന്ത്രിയുടെ പ്രസ്താവന പിൻവലിക്കണമെന്ന് കേരള ഒളിമ്പിക് അസോസിയേഷൻ. തിരുവനന്തപുരം ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റിനെതിരെയുള്ള സർക്കാരിന്റെ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകും. തിരുവനന്തപുരം ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് എസ് സുധീറിനെതിരെയുള്ള സർക്കാരിന്റെ നടപടി പിൻവലിക്കുക. കായിക സംഘടനകൾ സർക്കാരിൽ നിന്നും കാശുവാങ്ങി പുട്ടടിച്ചു എന്ന കായിക വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന പിൻവലിക്കുക. ഉത്തരാഖണ്ഡ് ദേശീയ ഗെയിംസിൽ കേരള ഹാൻഡ്ബോൾ ടീം ഒത്തുകളിയിലൂടെയാണ് മെഡൽ നേടിയതെന്ന കായിക വകുപ്പ് മന്ത്രിയുടെ തെറ്റായ ആക്ഷേപം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുന്നത്. കത്ത് നൽകിയ ശേഷവും സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ കേരളത്തിലെ കായിക സംഘടനകളെയും ദേശീയ ഗെയിംസിൽ മെഡൽ നേടിയ കായിക താരങ്ങളെയും അണിനിരത്തിക്കൊണ്ടുള്ള സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ പറഞ്ഞു. ഞങ്ങൾ ഇന്ന് കൂടി തീരുമാനിച്ചത് 3 കാര്യങ്ങളാണ്. ഒന്ന്, കായിക സംഘടനകൾ പൈസ വാങ്ങി പുട്ടടിച്ചു എന്നുള്ള മന്ത്രിയുടെ പ്രസ്താവന പിൻവലിപ്പിക്കണം. അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ് ഗെയിംസിൽ പങ്കെടുത്ത് മെഡൽ നേടിയ ഹാൻഡ്ബോൾ താരങ്ങൾ അവിടെ സെറ്റിൽമെന്റ് നടത്തിയാണ് വെള്ളി മെഡൽ നേടിയെന്നുള്ള മന്ത്രിയുടെ പ്രസ്താവന പിൻവലിപ്പിക്കണം. അതുപോലെ തന്നെ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റിനെതിരെ എടുത്ത നടപടി പിൻവലിക്കണം. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിക്കും അതുപോലെ തന്നെ എല്ലാ ആളുകൾക്കും ഇത് സംബന്ധിച്ച് പരാതി കൊടുക്കാൻ തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം കേരള സ്പോർട്സ് കൌൺസിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ കേരള ഒളിമ്പിക് അസോസിയേഷനെ കേരള ഒഴിക്കൽ അസോസിയേഷൻ എന്ന് വിശേഷിപ്പിച്ചത് പിൻവലിക്കണമെന്നും ഇത്തരത്തിൽ മോശമായി വിശേഷിപ്പിച്ചതിനെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകുമെന്നും ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പറഞ്ഞു. ഇതിന്മേൽ പരിശോധന നടത്തി കേരള ഒളിമ്പിക് അസോസിയേഷന് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കമ്മിറ്റി രൂപീകരിക്കാനും തീരുമാനമായി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.